തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെ കസേരകളിയിൽ നിർണായക യോഗം മുടങ്ങി. DHS ഓഫീസിൽ നടക്കേണ്ട പകർച്ചവ്യാധി പ്രതിരോധ യോഗങ്ങളാണ് മുടങ്ങിയത്. നിപ മുതൽ കുരങ്ങുപനിയെ വരെ സംസ്ഥാനം നേരിടുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലെ ഒരു സുപ്രധാന പദവിയിൽ തർക്കവും നാടകവും ഉണ്ടായത്. അതേസമയം സ്ഥലമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്തതോടെ ഇന്നും ഡോക്ടർ റീന DHS ആസ്ഥാനത്ത് ജോലിക്കെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന് തന്നെ വല്ലാത്ത നാണക്കേടുണ്ടാക്കിയ ഒരു സംഗതിയായി അത് മാറിയിട്ടുണ്ട്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ചെറിയ നാണക്കേടല്ല അവിടെ സംഭവിച്ചത്. രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോര്, കസേരകളി, ഇതൊക്കെ വകുപ്പിൻ്റെ പ്രത്യേകിച്ചും പുതിയ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാനമാകെ പകർച്ചവ്യാധി ഭീഷണി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഗതി സംഭവിച്ചത്. ഇത് ഗൗരവമായി തന്നെ കാണുന്നുണ്ടോ ആരോഗ്യവകുപ്പ്? നടപടികളിലേക്ക് കൂടുതലായി നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? മന്ത്രിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം അടക്കം ഇത്തരത്തിലൊരു പ്രശ്നം തന്നെ നിലനിൽക്കുന്നില്ല എന്നായിരുന്നു മന്ത്രി മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡോക്ടർ റീന ഈ ഒരു ഡയറക്ടറുടെ ഓഫീസിനകത്ത് ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും, അതായത് പുതുതായി നിയമനം ലഭിച്ച ഡോക്ടർ അടക്കം ഒരുമിച്ചാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നും, അതായത് കോടതി വരരുത് എന്ന് പറയുന്ന സമയം വരെ ജോലിക്കെത്തും എന്ന് തന്നെയാണ് ഡോക്ടർ റീന പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം. എന്തിനായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ആരോഗ്യവകുപ്പ് കടന്നു പോകുന്നത്. കാരണം പല രീതിയിലുള്ള പനികൾ കേരളത്തിലുടനീളം പടർന്നു പിടിക്കുന്നുണ്ട്. അതിൽ കുരങ്ങപ്പനി മുതൽ നിപ വരെ ഉള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആരോഗ്യവകുപ്പിൻ്റെ പല രീതിയിലുള്ള പ്രതിരോധ നടപടികളടക്കം നടക്കേണ്ട സമയത്താണ് ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടറേറ്റിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമ നടപടികളിലൂടെ, അതായത് അപ്പീൽ പോകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. പക്ഷേ അപ്പോഴും ഈ ഒരു ഹൈപ്പവർ കമ്മിറ്റി ആയിക്കോട്ടെ, മറ്റ് ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സാ പ്രവർത്തനങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടുമെന്ന കാര്യം തീർച്ചയാണ്. ഈ ഒരു സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഹൈപ്പവർ കമ്മിറ്റിയും മറ്റ് പഞ്ചായത്ത് തലം മുതലുള്ള പല കമ്മിറ്റികളും രൂപീകരിച്ചത്. പക്ഷേ അതിൻ്റെ സംസ്ഥാന തലത്തിലെ ഒരു യോഗം ചേരാത്തത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, പകർച്ചവ്യാധി കലണ്ടർ അടക്കം തയ്യാറാക്കുമെന്നൊരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കടക്കാൻ കഴിയുന്നില്ല ഈ ഒരു പ്രതിസന്ധി. കാരണം കസേരകളി തന്നെയാണ് ഇന്നും തുടരുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേ ഓർഡറും പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശവും ലഭിക്കാത്തിടത്തോളം കാലം ഈ രീതിയിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിന് ഇന്നൊരു സാധ്യത ഉണ്ടാകാനുള്ള ഉണ്ട്. കാരണം ഇത് വലിയ രീതിയിലുള്ള വിവാദമാകാനുള്ളൊരു സാധ്യത അടക്കം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്തിനായാലും ഇന്ന് ഹൈപ്പവർ കമ്മിറ്റി ചേരാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഇതിനായാലും ഈ ഒരു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കസേര കളി ആരോഗ്യവകുപ്പിന് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ആരോഗ്യവകുപ്പിൽ പുതുതായി ചാർജ് എടുത്ത ആരോഗ്യവകുപ്പ് ഡയറക്ടറും നേരത്തെ മന്ത്രിയുടെ ഇടപെടലിൽ സ്ഥലം മാറിപ്പോയ ഡയറക്ടറും തമ്മിലായ തർക്കം. അത് വലിയ നാണക്കേട് ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.